ഈ നിലമ്പൂരിനെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും പല ഘട്ടത്തിലും പറഞ്ഞു പോയി. ഇപ്പോൾ എങ്ങനെ വിലയിരുത്താം നമുക്ക്? കാരണം അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, നിലമ്പൂർ നമ്മൾ പറഞ്ഞതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇപ്പം ചിത്രം തെളിയുമ്പോൾ വളരെ സങ്കീർണമായ ഒരു ത്രികോണ മത്സരമാണ്. ഒരു BJP ആയിട്ടല്ല ത്രികോണം, അൻവറുമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പം നമ്മൾ കാണുന്നത് CPM അവരുടെ ഒരു മെഷീനറി പണ്ടത്തെ പറഞ്ഞ ശക്തമാണ്. അത് എവിടെയാണെങ്കിലും അവരങ്ങനെ തന്നെയാണ്. പക്ഷെ കോൺഗ്രസിനൊരു വർദ്ധിത വീര്യം ഇപ്പോഴുണ്ട് എന്ന് തോന്നുന്നു അവസാന ലാപ്പിലേക്ക് വരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് അവിടുത്തെ മുൻപ് സ്ഥാനാർത്ഥിയായിരുന്ന പ്രകാശിനെ വീട്ടിൽ കയറ്റുമോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു വർദ്ധിത വീര്യമുണ്ട്. ആ വർദ്ധിത വീര്യം അവരുടെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. പക്ഷേ അൻവർ എന്നുള്ളൊരു ഫാക്ടർ നിൽക്കുമ്പോൾ എങ്ങനെ ഈ റിസൾട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അൻവർ എത്രത്തോളം വോട്ട് പിടിക്കുന്നു, അവരുടെയൊക്കെ വോട്ട് അൻവർ പിടിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. പക്ഷെ അൻവർ ഇതിൽ നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അൻവർ ഈ ഇലക്ഷനോട് കൂടിയിട്ട് കേരള രാഷ്ട്രീയത്തിൽ, മലബാർ രാഷ്ട്രീയത്തിലോ എങ്കിലും അല്ലെ ആ പ്രദേശത്തെ രാഷ്ട്രീയത്തിൽ അവഗണിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. അൻവറിനെ UDF തോറ്റാലും ജയിച്ചാൽ അൻവർ പിടിക്കുന്ന വോട്ട് നിർണായകമാണ്. ഈ ഇലക്ഷൻ അല്ല, വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനുമാണ് അൻവറിൻ്റെ ടാർഗറ്റ്. അവിടെ അൻവർ വിലപേശി വോട്ടുകൾ നേടുന്നുണ്ട്. അപ്പം അൻവർ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, മുസ്ലിങ്ങളിലുള്ള വളരെ താഴെത്തട്ട് കള്ളക്കടത്തുകാരും മറ്റുമായ ആളുകളുടെ പ്രശ്നങ്ങൾ. അല്ലെ, താഴെത്തട്ടിലുള്ള മുസ്ലിങ്ങൾ ഒരു ബൈക്ക് പാർക്ക് ചെയ്തതിന് കള്ളക്കേസ് കൊടുക്കുന്ന, അത് പറയുമ്പോൾ അതിനൊരു അപ്പീലുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അത് പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അയാൾ പറ്റില്ല. അപ്പോൾ കള്ളക്കടത്തുകാരൻ ആരും പറയാൻ പറ്റും. പക്ഷെ അൻവർ ഓപ്പണായി പറയുമ്പോൾ കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്ത് ആ മേഖലയിൽ ഒരു ചെറിയ കാര്യമല്ല. ഒരു പഞ്ചായത്ത് വാർഡിൽ ഒരാളെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഒരാളത് ഒരു കുടുംബമാണ്, അയാളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടാവും. അപ്പോൾ അത്തരം എലിമെൻസിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. രണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഈ ആന ചവിട്ടിക്കൊല്ലുന്നതും പന്നി കുത്തിക്കൊല്ലുന്ന കാര്യം ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റാരെക്കാട്ടും അൻവർ ഇടപെടുന്നുണ്ട്. അൻവറിന് അത് താല്പര്യമുണ്ടെന്ന് തോന്നലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നൊക്കെ അൻവറിന് വോട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും അടുത്ത നിയമസഭാ ഇലക്ഷന് UDFനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം അൻവർ വരും. ഒഴിവാക്കി കഴിഞ്ഞാൽ UDFന് പരാജയം നേരിടുന്ന ഫീൽ ഉണ്ടാക്കാൻ അൻവറിന് പറ്റും. അവിടെ സതീശനെ പോലുള്ള നേതാവ് അൻവറിന് അംഗീകരിക്കുള്ളൂ എന്നൊക്കെ വേറെ കാര്യം. അംഗീകരിക്കാത്ത സാഹചര്യം തന്നെയാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. എങ്കിലും മാത്രമേ അൻവറിൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാവുള്ളൂ. UDFൻ്റെ വോട്ടുകൾ ശിഥിലമാക്കണം പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനുകൾ. അങ്ങനെ ശിഥിലമാക്കി കഴിഞ്ഞാൽ അത് LDFന് ഗുണം ചെയ്യും. അൻവർ വെറുതെ അങ്ങ് വന്നതല്ലെന്ന് അൻവർ ട്രോജനാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ആ തീയതി വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. ഈ ഇലക്ഷന് ജയിക്കുമെന്നുള്ളത് അൻവറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എന്താണ് അൻവറിൻ്റെ ഹാബിറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ അൻവർ ഈ പറയുന്നതിന് ഒരിക്കലും UDF കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഡയലോഗുകളാണ് അൻവർ നടത്തുന്നത്. ഇപ്പോൾ മുരളീധരൻ എത്ര വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതിലും വലുതൊക്കെ AI ഗ്രൂപ്പുകൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിനെ വല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുരളീധരൻ്റെ സമയത്തായപ്പോൾ ഇതൊക്കെ ഇതിന് വിഷ്വൽസ് അവൈലബിളായി. അപ്പോൾ അൻവർ പറയുന്നതിൻ്റെ വിഷ്വൽസും സോഷ്യൽ മീഡിയയും എല്ലാ സാധനവും അവൈലബിളാണ്. അപ്പോൾ എങ്ങനെയാണ് UDFന് എടുക്കാൻ പറ്റുക? അതാണ് പ്രശ്നം. അപ്പോൾ അൻവർ തവണ ഒരു 10,000 കൂടുതൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അൻവർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കൺഫ്യൂഷൻ, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷൻ്റെ മലബാറിൽ, എസ്പെഷ്യലി ആദ്യ മേഖലയിൽ UDFൻ്റെ ഒരു പ്രശ്നം. ഞാൻ UDFൻ്റെ കാര്യം എന്ന് പറയാൻ കാരണം ആ മേഖല UDFന് സ്വാധീനമുള്ള മേഖലയാണ്. ഇപ്പോൾ തിരുവമ്പാടി ആണെങ്കിലും കൊടുവള്ളി ആണെങ്കിലും നിലമ്പൂരാണെങ്കിലും വണ്ടൂരാണെങ്കിലും തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള ഏറനാട്, ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ UDFൻ്റെ മണ്ഡലങ്ങളാണ്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. LDFൻ്റെ മണ്ഡലങ്ങൾ, LDFനൊക്കെ ഒരു തെക്ക വീടപ്പം മുയൽ കിട്ടിയെന്ന പോലെയുള്ള മണ്ഡലങ്ങളാണ് വെയിലുള്ളത്. ഇത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ കൂളായിട്ട് UDF ജയിക്കുന്നതാണ്. അവിടെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ വന്നിട്ടുള്ള ഒരു സ്പ്ലിറ്റാണ് LDFന് ജയിപ്പിച്ചത്. അപ്പോൾ അവിടെ കൂടുതൽ സീറ്റുകൾ UDFന് കിട്ടാതിരിക്കുകയും നിലവിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ അത് നിയമസഭയിൽ അവരുടെ ബലാബലത്തെ ബാധിക്കും. അൻവർ ബേസിക്കലി അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ അൻവർ പിടിക്കുന്ന വോട്ടാണ് ഞാൻ നോക്കുന്നത്. അൻവർ 10,000 വോട്ടും പിടിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അൻവറിന് 5,000 വോട്ട് ഉണ്ട് അവിടെ. അതിൻ്റെ കൂടെ അയാൾ ഇത്തരം പുതിയ വോട്ടുകൾ ആഡ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ അയാളൊരു കാര്യം എന്ന് വെച്ചാൽ അയാൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ്.
സാധാരണക്കാരൻ്റെ ആശയം അവൻ കള്ളക്കടത്ത് തന്നെ ആയിരിക്കാം, വ്യാജവാറ്റ് തന്നെ ആയിരിക്കാം. അവൻ പറയുന്നൊരു രീതി അവൻ്റെ വിഷയമുണ്ട്. അതയാൾ പറയുന്നു എന്നുള്ളത് അതെങ്ങനെ എഫക്റ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ കർഷകൻ്റെ പ്രശ്നം, അല്ലെ കർഷകർ പരസ്പരം പറയുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ ജീവിതമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട പോലീസ് രണ്ട് വനം വകുപ്പുകൾക്കെതിരെ അനുഭവം നടത്തുന്ന അക്രമം, ഇതൊക്കെ തന്നെ എങ്ങനെ അവിടെയുള്ള ഈ സാധാരണക്കാർ വോട്ട് ചെയ്യാൻ പോയാൽ അവരെത്ര സ്വാധീനിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അൻവർ പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ട്? രണ്ടു കൂട്ടത്തിൽ അനുഭവം പിടിക്കും. അനുഭവം ഓൾറെഡി പിടിച്ചുകൊണ്ടെങ്കിൽ UDF-ന്റെ വോട്ടാണ്. UDF-ന് 5000 വോട്ട് പിടിക്കുന്നതുകൊണ്ടാണ് അനുഭവം അവിടെ ജയിക്കുന്നത്. പിന്നെ കഴിഞ്ഞ തവണ അൻവറിനെ അവരൊക്കെ സഹായിച്ചൊന്നും പറയുന്നിട്ട് UDF-ന്റെ ഉള്ളത് എന്നും പറയുന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷവും കുറവായിരുന്നു, 2000 വോട്ടുകൾ അതാ പറഞ്ഞത്. അൻവറിനെ ആരൊക്കെ സഹായിച്ചൊന്നും അത് കേട്ടപ്പം അവിടുത്തെ മരിച്ചുപോയ സ്ഥാനാർത്ഥിക്ക് ഭയങ്കര വിഷമാവുകയും അത് അദ്ദേഹത്തിന് മരണത്തെ കലാശിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥകൾ കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ലീഗ് പിന്നെ കോൺഗ്രസിനേക്കാൾ നല്ല നിശബ്ദമായ ശക്തമായ പ്രവർത്തനമാണ് നടത്തുന്നത് തോന്നുന്നത്. ലീഗിനെ സംബന്ധിച്ചിട്ട് ലീഗിന് ഇതൊന്നും കാര്യമൊന്നുമില്ല. അവർ മരിച്ച് പണിയെടുക്കും, കമ്മിറ്റ്മെൻറ്റുള്ള ആളുകളാണ്. പിന്നെ ചിട്ടയായ ഒരു പാർട്ടിയാണ്, അതിന് ശക്തമായ ലീഡർഷിപ്പ് ഉണ്ട്. അതിന് വേറെ ഗ്രൂപ്പുകളൊന്നുമില്ല. ഗ്രൂപ്പുകളൊക്കെ പത്രക്കാർ ആരോപിക്കുന്നതല്ലാതെ അതിൻ്റെ ഒരു പാണക്കാട് ഗ്രൂപ്പ്, ഇങ്ങനെ കുഞ്ഞാപ്പ ഗ്രൂപ്പുകളിൽ ബാക്കിയെല്ലാം തന്നെ വന്നു പോകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ലീഗിനെ സംബന്ധിച്ച് ലീഗ് അവരുടെ പണിയെടുക്കും. നമ്മൾ പറഞ്ഞാലും അവരെടുക്കില്ല. ലീഗ് അങ്ങനെ എവിടെയും പണിയെടുക്കാതെ മറ്റുള്ളവർ തോൽപ്പിച്ചിട്ടില്ല. ലീഗിനെ കോൺഗ്രസ്സുകാർ തോൽപ്പിച്ചിട്ടുണ്ട് പല സ്ഥലം ആ ഏരിയയിൽ, ലീഗ് തോൽപ്പിച്ചിട്ടില്ല. അല്ലെ, പിന്നെ ഷൗക്കത്തിൻ്റെ വിജയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മളിപ്പോൾ അൻവറിൻ്റെ കാര്യം പറഞ്ഞു, അൻവർ നിർണായക ശക്തിയാകുമെന്ന് പറഞ്ഞു. പക്ഷേ CPM-ന് ഒരു വലിയ തിരിച്ചടിയായിരിക്കും. CPM-ന് അത് തിരിച്ചടിയൊന്നുമില്ല. CPM-നെ സംബന്ധിച്ച് അവരുടെ മണ്ഡലമൊന്നുമല്ലല്ലോ. എൻ്റെ കുട്ടിയെ ജയിച്ചു എന്നല്ലാതെ അത് UDF മണ്ഡലം അല്ലേ. അത് അൻവറിൻ്റെ സഹായത്തോടു കൂടി പിടിച്ചു. അൻവറിൻ്റെ വോട്ട് പിടിച്ച് അവർ തോറ്റു, അങ്ങനെ അവർ പറയുള്ളൂ. പിന്നെ അവർക്ക് പറയാൻ വേറെ സംഭവമുണ്ട്. തീവ്രവാദികളും ഭീകരവാദികളും എല്ലാം UDF-ന്റെ കൂടെയായിരുന്നു, അതുകൊണ്ട് അവർ ജയിച്ചു. ഞങ്ങൾ സെക്കുലറിസത്തിന് കൂടെ വന്നു. അതവർക്ക് മറ്റു പല തരത്തിലും ഗുണം ചെയ്യുന്ന രീതിയിൽ അവർ വ്യാഖ്യാനിച്ചു കൊണ്ടുവരും. ഇതിപ്പം ആര് ജയിക്കുമെന്ന് ഇപ്പം പറയാൻ പറ്റുന്ന അവസ്ഥ എത്തി എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ അൻവർ ഫാക്ടർ ഉള്ള കാലത്തോളം അൻവർ ആരെ വോട്ട് പിടിക്കുമെന്നൊക്കെ നിർണായകമാണ്. അതായത് നമ്മളെ മുൻപ് ഇന്നാൾ ജയിച്ചു എന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ അവർക്ക് നിർത്താൻ പറ്റുന്ന ആ നാട്ടിലെ കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് എഴുതി തള്ളാൻ പറ്റും. ആര് ജയിച്ചു എന്ന് ഞാൻ ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ ഒരു ഭരണവിരുദ്ധ കോൺഗ്രസ്സുകാർക്ക് ഒരു മുമ്പില്ലാത്തൊരു ആത്മവിശ്വാസം തോന്നിപ്പിക്കുന്നുണ്ട്. ഉണ്ടാകും. പക്ഷെ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുമില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാകുന്നില്ല. ഭരണവിരുദ്ധ വികാരമൊക്കെ ഇവിടെ അത് പഞ്ചായത്ത് ഇലക്ഷൻ ഓരോ വാർഡിലേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ LDF-നല്ലേ മേൽക്കൈ. പിന്നെ ഭരണവിരുദ്ധ വികാരം അത് ഈ മാവേലി അടിച്ചാലും ഉണ്ടാവും ചെറിയൊരു വികാരവും. മാവേലി അടിച്ചപ്പോഴുള്ള വികാരമായിരുന്നല്ലോ വാമനനെ കൊണ്ടുവന്നത്. ചില ആളുകൾക്ക് മാവേലിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആരായിരുന്നു അറിയാലോ, അതാണല്ലോ വാമനായിട്ട് വന്നത്. അതേപോലെയാണ് ഇപ്പം പൊതുവേ LDF-ന് വേണ്ടതിരുന്ന റോഡുകൾ കൊള്ളാം, പെൻഷനുകൾ കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകളിൽ സാധനങ്ങളുണ്ട്, ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, പൊതുവിതരണ സംവിധാനം നന്നായി ഓടുന്നുണ്ട്. ഇതിൽ കൂടെ നിങ്ങൾക്കതാ വേണ്ടത്. പിന്നെ K-ഫോൺ വരാൻ പോകുന്നു, പിള്ളേർക്ക് അതുണ്ട്. പിന്നെ പോലീസ് തിരക്കേടില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ കൃഷ്ണകുമാറിൻ്റെ മോളെ കേസ് കണ്ടില്ലേ? കേരളത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ എപ്പോഴും വാദി പ്രതിയാകുന്നതാണ് ഇത്തരം കേസുകൾ. ഇത് കൃത്യമായിട്ട് പ്രതിയിലേക്ക് അന്വേഷണം പോയി. അത് പിണറായിയുടെ മിടുക്കല്ലേ. പിണറായിക്ക് മാത്രമാണ് അന്ന് ജാതീയമായൊരു സാധനം വന്നു, അതിന് പകവെച്ചില്ല. അതെല്ലാം പകവെച്ച് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ, അത് ഓരോ കുടുംബത്തിനും പിണറായി കൊടുക്കുന്ന ഉറപ്പാണ്. അപ്പം അത് വലിയ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ഞാൻ നിങ്ങളെ വെക്കണമെങ്കിൽ വേറൊരാളായിട്ട് കമ്പയർ ചെയ്തിട്ടല്ലേ വെക്കുക, പ്രശാന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ലേ വെക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങൾ എൻ്റെ മുന്നിൽ പ്രശാന്ത് നിങ്ങളുമാണ് ചോദിച്ചെങ്കിൽ പ്രശാന്തിനെ എപ്പോഴും നിങ്ങൾ ഔട്ട് സ്മാർട്ടാക്കി നിൽക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് നിങ്ങൾ താടി പിടിച്ച് ഇഷ്ടമായിട്ടില്ല എന്ന് വരാം, നിങ്ങളെ കണ്ണട ഇഷ്ടമായിട്ടില്ല എന്ന് വരാം. പക്ഷേ ഈ രണ്ടുപേരാണ് എൻ്റെ ചോയ്സെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.